ലെറ്റ്സ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 140ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയാം. സങ്കീർത്തനങ്ങൾ 79 മുതൽ 82 വരെ 1 കൊരിന്ത്യർ 7-ാം അധ്യായം. ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കേട്ടോ. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്കും ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയുന്ന അവസ്ഥയ്ക്കും ഒരക്ഷര വ്യത്യാസത്തിൽ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന രണ്ട് പദങ്ങൾ ഏവ? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്കും ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയുന്ന അവസ്ഥയ്ക്കും ഒരക്ഷര വ്യത്യാസത്തിൽ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന രണ്ട് പദങ്ങൾ ഏവ? രണ്ടാമത്തെ ചോദ്യം. ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു സ്ത്രീ നാമവും ഒരു വൃക്ഷത്തിന്റെ പേരും ചേർന്ന ഒറ്റപ്പദം. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു സ്ത്രീ നാമവും ബൈബിളിലെ ഒരു വൃക്ഷത്തിന്റെ പേരും ചേർന്ന ഒറ്റപ്പദം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ബൈബിളിലെ ഒരു സ്ഥലപ്പേരുള്ള രാഗത്തിന്റെ പേര്. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. ബൈബിളിലെ ഒരു സ്ഥലപ്പേരുള്ള രാഗത്തിന്റെ പേര്. നാലാമത്തെ ചോദ്യം. എന്റെ പേരും എന്റെ സഹോദര പുത്രന്മാരുടെ പേരും പാഠഭാഗത്തുണ്ട്, ആരെല്ലാം? എന്റെ പേരും എന്റെ സഹോദര പുത്രന്മാരുടെ പേരും പാഠഭാഗത്തുണ്ട്, ആരെല്ലാം? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. 10 കൽപ്പനകളിൽ ഒരു കൽപ്പന പാഠഭാഗത്തുണ്ട്, ഏത്? 10 കൽപ്പനകളിൽ ഒരു കൽപ്പന പാഠഭാഗത്തുണ്ട്, ഏത്? അപ്പൊ ഇതാണ് 5 ക്വസ്റ്റ്യൻസ് കേട്ടോ. ശരി ഉത്തരം അയക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അറിയാലോ. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഉത്തരങ്ങളും അതിന്റെ റെഫറൻസും കൂടെ ചേർത്ത് അയക്കുക. നാളെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി ഉത്തരങ്ങളുമായിട്ട് നാളെ നമുക്ക് കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.